നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ മരുന്നൊക്കെ എഴുതുന്നത്? ഇതിനൊക്കെ എന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ? അതോ വെറുതെ ഇങ്ങനെ കുറെ മരുന്നുകൾ എഴുതുക, ചിലത് ഫലിക്കും ചിലത് ഫലിക്കില്ല, അതാണോ ആയുർവേദം? നമ്മളിൽ പലർക്കും ഉള്ള സംശയമാണിത്. അപ്പോൾ ആയുർവേദം എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് ആയുർവേദത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ, അവയൊക്കെ പറ്റി ഒരു ചെറിയ വിവരണം തരണം എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോക്ടർ എൻ കെ മോഹനൻ, 30 വർഷമായി ആയുർവേദ ചികിത്സാ രംഗത്താണ്. നമ്മളിൽ പലർക്കും അറിയാവുന്നതുപോലെ ആയുർവേദത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് ത്രിദോഷ സിദ്ധാന്തമാണ്. ത്രിദോഷ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ വാദം, പിത്തം, കഫം എന്ന 3 ദോഷങ്ങളാണ്. അവയുടെ സമാവസ്ഥ ആരോഗ്യത്തിനും ഏറ്റക്കുറച്ചിലുള്ള വിഷമാവസ്ഥ രോഗത്തിനും കാരണമാവുന്നു എന്നാണ് ത്രിദോഷ സിദ്ധാന്തം പറയുന്നത്. ചികിത്സ എന്ന് പറയുന്നത് ഈ ബാലൻസ് തെറ്റിയിട്ടുള്ള ദോഷങ്ങളെ തിരിച്ച് സമാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് ചികിത്സ എന്ന് പറയുന്നു. ഇതാണ് സിമ്പിൾ ആയിട്ട് ആയുർവേദം എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം എന്താണ് വാദം എന്നാണ്, അല്ലെങ്കിൽ പിത്തം, കഫം, അതാണ് ചോദ്യം. എന്താണ് ത്രിദോഷങ്ങൾ, എന്തിനെ അങ്ങനെ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ വാദം, പിത്തം, കഫം എന്നുള്ള ത്രിദോഷങ്ങളെ നമ്മുടെ ആചാര്യന്മാർ 5000 വർഷങ്ങൾക്കൊക്കെ മുമ്പേ അവരത് എങ്ങനെ കണ്ടെത്തിയത്, എന്താണ് അവരതിനെ പ്രേരിപ്പിച്ചത്, അത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഭൂമിയിൽ നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ കാണുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന 2-3 കാര്യങ്ങളാണ്: ചലനം, ചൂട്, തണുപ്പ്. ചലനം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് ഇലകൾ അനങ്ങുന്നത് കാണാം, ചെറിയ മരക്കൊമ്പുകൾ ഇളകുന്നത് കാണാം. അതെപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ചലനം എന്ന് പറയുന്നതിന് ഒരു ശക്തി വേണം, വെറുതെ നിന്നിട്ട് അനങ്ങില്ല. ആ ശക്തി എന്തുകൊണ്ടാണ്? അത് കാറ്റുകൊണ്ടാണ്, വായു കൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചലനങ്ങൾ നടക്കുന്നു. ഏറ്റവും ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഇതിങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്, ബ്ലഡ് ശരീരം മുഴുവൻ പമ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ വേസ്റ്റ് മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് പോകുന്നുണ്ട്. സൂക്ഷ്മമായിട്ട് നെർവുകളിലുള്ള ഒരുപാട് ചലനങ്ങളുണ്ട് എല്ലാം. അപ്പൊ ഈ ചലനങ്ങൾക്കൊക്കെ ഹേതുവായിട്ട്, കാരണമായിട്ട് ഒരു ശക്തി ഉണ്ടാവും എന്നുള്ള ഒരു ഇതിലാണ്. ആ ശക്തി ഉണ്ടാവുമല്ലോ, ഇല്ലാതെ നടക്കില്ല. അതിനെയാണ് വായു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാദം എന്ന് പറയുന്നത്. വാദം എന്ന് പറയുന്നതിൽ വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു കാര്യം ചേർത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, പഞ്ചഭൂത സിദ്ധാന്തങ്ങളിൽ വായു പ്ലസ് ആകാശം ആണ് വാദം എന്നുള്ള ദോഷമായി പറയുന്നത്. അതെന്താ അങ്ങനെയെന്ന് വെച്ചാൽ, ആകാശം എന്ന് പറയുന്ന സ്പേസ് ആണ്. ഏതൊരു ചലനത്തിനും ഒരു സ്പേസ് വേണം എന്നുള്ളതാണ്. ഇങ്ങനെ ഇരിക്കുന്ന വിരൽ ഇങ്ങനെ മാറണമെങ്കിൽ ഇവിടെ ഒരു സ്പേസ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ പറ്റില്ല. ഇപ്പൊ ഇതിന് ഇവിടെ സ്പേസ് ഇല്ല, അങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം വായുവിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഊർജത്തിന്റെ പ്രവർത്തനം, ചലനം നടക്കണമെങ്കിൽ അവിടെ ഒരു ആകാശം, സ്പേസ് ഉണ്ടാവും. അപ്പൊ അതിന് രണ്ടിനെയും കൂടി ചേർത്തിട്ടാണ് ഈ വാദം എന്ന് പറയുന്നത്. അതായത് ശരീരത്തിൽ നമ്മളെ എല്ലാ ചലനങ്ങളും വാദം എന്നാണ് പറയുന്നത്. ചലനങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ചലനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഈ വാദത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ പറയുന്നത് എന്താ? ഈ ചലനത്തിന്റെ മാറ്റങ്ങളാണ്. ഇപ്പൊ ഒരാളുടെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അവിടെ ചലനം കൂടുതലാണ്. വാദത്തിന്റെ പ്രവർത്തനം ശരിയല്ല, അവിടെ വാദത്തിന്റെ പ്രവർത്തനം കൂടുതലാണ്. തീരെ ചലിക്കുന്നില്ലെങ്കിൽ അവിടെ വാദത്തിന്റെ പ്രവർത്തനം ഇല്ല എന്ന് നമ്മൾ പറയും. അതായത് അനക്കല്ല, ആ ഊർജത്തിന്റെ പ്രവർത്തനം ഏതോ രീതിയിൽ തടസ്സപ്പെടുന്നുണ്ട്. അപ്പൊ തടസ്സപ്പെടാൻ ഇപ്പൊ ഏറ്റവും പറഞ്ഞ ഈ ഉദാഹരണം തന്നെയാണ്. കാരണം സ്പേസ് ഇല്ലാതെ ആകുമ്പോൾ തടസ്സം വരും. ഒരു വസ്തുവിന്റെ സ്വാഭാവികമായ ചലനത്തിനും അതിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അപ്പുറത്ത് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നീങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാത്തൊരു സ്ഥിതി വരുമ്പോൾ അവിടെ ചലനമില്ല. ചലനമില്ലെങ്കിൽ വാദത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു, അവിടെ രോഗമായി മാറി. നമ്മൾ ആ തടസ്സം നീക്കി വാദത്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ എനർജിയുടെ പ്രവർത്തനം ശരിയായ രീതിയിലാക്കുന്നതിനെയാണ് വാദത്തിനുള്ള ചികിത്സയായിട്ട് പറയുന്നത്. ഇതിന് ഒരുപാട് ഔഷധങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ തൈലം ആണ് പറയുന്നത്.